നമസ്കാരം. പശ്ചിമ ബംഗാളിൽ ഭീതി പടർത്തിയ റെമാൽ ചുഴലിക്കാറ്റ് കരതൊട്ടതിന്ന് വെളുപ്പിനെയാണ് പശ്ചിമ ബംഗാളിലെ സൗത്ത് 24 പർഗനാസ് ജില്ലയിൽ അതിശക്തമായ കാറ്റായിരുന്നു വീശി വന്നത്. നിരവധി മരങ്ങളാണ് ഇതേ തുടർന്ന് കടപുഴകി വീണത്. 110 മുതൽ 120 കിലോമീറ്റർ വരെ വേഗത്തിലാണ് ചുഴലിക്കാറ്റ് വീശിയത്. അതേസമയം കനത്ത കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് ദേശീയ ദുരന്ത നിവാരണ സേന ഇവയെല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ബംഗാളിലെ തീരപ്രദേശങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 മണിക്കൂറോളം എടുത്ത് ശക്തമായ ചുഴലിക്കാറ്റായി മാറിയ ശേഷമാണ് ഇന്ന് റെമാൽ ചുഴലിക്കാറ്റ് കരതൊട്ടത്. കാലാവസ്ഥാ കേന്ദ്രം ഇത് നേരത്തെ അറിയിച്ചിരുന്നു. കരതൊടുന്നതോടെ ഇവ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലുമൊക്കെ താമസിച്ചിരുന്ന ആളുകൾ മാറി താമസിച്ചതിനെ തുടർന്ന് വലിയ ദുരന്തമാണ് ഒഴിവായത്. ചുഴലിക്കാറ്റ് നാശം വിതയ്ക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ബംഗാളിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് 1 ലക്ഷത്തിലധികം പേരെയാണ് മാറ്റി പാർപ്പിച്ചത്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ റെമാൽ ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളും വിലയിരുത്തി വന്നിരുന്നു. ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇക്കാര്യം പ്രധാനമന്ത്രി തന്നെയാണ് അറിയിച്ചത്. ചുഴലിക്കാറ്റ് ബാധിക്കുന്ന മേഖലകളിൽ ദുരന്ത നിവാരണ സേന സജ്ജമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും അറിയിച്ചു. ഇതേ തുടർന്ന് ത്രിപുരയിൽ 4 ജില്ലകളിൽ സംസ്ഥാന സർക്കാർ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ബംഗാളിൽ ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദിഗ 24 സൗത്ത് പർഗനാസ് ജില്ലകളിലാണ് മഴയും കാറ്റും ശക്തമായി അനുഭവപ്പെട്ടത്. അതേസമയം അസാമിൽ റെമാൽ ചുഴലിക്കാറ്റിനെ നേരിടാൻ നിരവധി മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. NDRFും NCRFും സർവ്വസജ്ജമാണെന്നും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ടെന്നും അറിയിച്ചു. ജനങ്ങൾ സുരക്ഷിതരായിരിക്കണമെന്നും പ്രാദേശിക ഭരണസമിതികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം ജനങ്ങളോട് സുരക്ഷിതരായിരിക്കാൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അഭ്യർത്ഥിച്ചു. ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അമിത് ഷായും പറഞ്ഞു. അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുൻകരുതലുകൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബംഗ്ലാദേശ് തീരത്താണ് ചുഴലിക്കാറ്റ് ആദ്യം കരതൊട്ടത്. ബംഗ്ലാദേശിലെ സാത്കിര ജില്ലയിൽ ഞായറാഴ്ച വൈകിട്ടോടെയാണ് ഇവ കരതൊട്ടത്. ബംഗ്ലാദേശ് തീരം വിട്ട് ഇവ പശ്ചിമ ബംഗാളിലേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പും മറ്റു വാർത്തകളും ഒക്കെ നിങ്ങളിലേക്ക് നേരിട്ടെത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്